കൊല്ലത്തെ ഓച്ചിറയിൽ KSRTC ബസും ഥാർ ജീപ്പും കൂട്ടിയിടിച്ച് ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർ മരിച്ച വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തേവലക്കര സ്വദേശികളായ പ്രിൻസ്, വിഷ്ണു, അൽക്ക എന്നിവരാണ് മരിച്ചത്. സഹോദരൻ്റെ മകനെ വിമാനത്താവളത്തിൽ കൊണ്ടുവിട്ട ശേഷം മടങ്ങി വരുമ്പോഴാണ് ഈ അപകടം നടന്നത് എന്നാണ് നമ്മുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത്. ഓച്ചിറയിൽ നിന്ന് അരുൺ രാജ് തത്സമയം ചേരുന്നു. അരുൺ രാജ്, വിവരങ്ങൾ. എസ്കെൻ, ഏറെ വേദനയുണ്ടാക്കുന്ന സംഭവമാണ്. ഇന്ന് പുലർച്ചെ 6 മണിയോടെയാണ് സംഭവം നടന്നത്. ഓച്ചിറ വലിയകുളങ്ങര സമീപമാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. വിമാനത്താവളത്തിൽ സഹോദരൻ്റെ മകനെ കൊണ്ടുവിട്ട് മടങ്ങുകയായിരുന്ന കൊല്ലം പൈപ്പുമുക്ക് സ്വദേശി പ്രിൻസും ഈ കുടുംബവും അടക്കം സഞ്ചരിച്ച ജീപ്പ് താർ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ KSRTC വാഹനത്തിൻ്റെ മുൻവശത്തെ ഈ ടയറുകളാണ് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത്. ഈ ഇടിയുടെ ആഘാതത്തിൽ ഇത് ഊരി തെറിച്ചു പോയിരുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികളടക്കം നൽകുന്ന വിവരം. ഈ കാണുന്നതാണ് ഈ താർ വാഹനം. ഇതിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഈ വാഹനത്തിൽ നിന്ന് ഡ്രൈവറെ അടക്കം പുറത്തേക്കെടുക്കാൻ വലിയ ശ്രമകരമായ ദൗത്യം ഫയർഫോഴ്സിനും പോലീസിനും നാട്ടുകാർക്കും വേണ്ടി വന്നു എന്നുള്ളതാണ്. മുൻവശം പൂർണ്ണമായും തകർന്നു. പുതിയ വാഹനമാണ്. ആ വാഹനത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ കേടുപാടുണ്ടായത്. ഈ അപകടമുണ്ടാക്കിയ ഫാസ്റ്റ് പാസഞ്ചർ, അത് ചേർത്തലയിലേക്ക് പോവുകയായിരുന്ന KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. ഈ KSRTC ബസ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ജീപ്പ് ഈ വേഗത്തിലെത്തി അത് ഉറങ്ങിപ്പോയതാകാം, ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ഈ KSRTC ബസ്സിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതിന്റെ ടയറടക്കം പൂർണ്ണമായും ഊരിത്തെറിച്ച് പോയ അവസ്ഥയിലാണ്. ഈ KSRTC വാഹനത്തിന്റെ ഡ്രൈവർ സൈഡിലേക്കാണ് ഈ ജീപ്പ് വന്ന് ഇടിച്ചത്. ഇതേ തുടർന്നാണ് ഈ അപകടം അടക്കം ഉണ്ടാവുകയും ചെയ്തത്. ഈ KSRTC ബസ്സിലുണ്ടായിരുന്ന യാത്രികർക്കും പരിക്കുണ്ട്. പക്ഷേ ഇവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. പക്ഷേ ഈ ജീപ്പിനുള്ളിൽ ഉണ്ടായിരുന്നവരുടെ പരിക്ക് അത് സംബന്ധിച്ച് ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ചിലരെ പരബ്രഹ്മ ആശുപത്രിയിലും അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും അടക്കം പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, ഞാനിപ്പോൾ ഇങ്ങോട്ട് എത്തിയത് വാർത്ത അറിഞ്ഞെത്തിയത് വലിയൊരു അപകടം നടന്നു, ഒരു മരണപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞു, അങ്ങനെ എത്തിയതാണ്. ഞാൻ ഇവിടുത്തെ ഒരു ഇൻഫ്ലുവൻസർ, അത് അറിഞ്ഞത്. ഇവിടുത്തെ പ്രദേശവാസിയാണ്. അതെ, കണ്ടിട്ടില്ലായിരുന്നു, ഇപ്പം അറിഞ്ഞതേ ഉള്ളൂ. വന്ന വണ്ടിയുടെ തകരാറല്ല, ബസ്സിൻ്റെ അല്ല പ്രശ്നം. വന്ന വണ്ടി ബ്രേക്ക് ചെയ്തിട്ട് പോലും ഇല്ല, വന്നിടിക്കുകയായിരുന്നു. ഉറങ്ങിപ്പോകുന്ന സംശയമുണ്ട്. വിമാനത്താവളത്തിൽ പോയിട്ട് മടങ്ങി വന്നതാണ് പ്രിൻസും കുടുംബവും. അത് തേവലക്കര പൈപ്പുമുക്ക് സ്വദേശിയാണ്. ഈ അൽഖ, ആ കുട്ടിയുടെ പേര് അൽഖ എന്നാണ്. ഈ പെൺകുട്ടിയാണ്. പെൺകുട്ടിയും മരിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡ്രൈവറാണ്, അത് വിഷ്ണു എന്നാണ് പേര് ഒടുവിൽ ലഭിക്കുന്നത്. അയാളുടെ മരണവും ഇക്കട്ടത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വലിയ അപകടമാണ്. കാരണം നമ്മളെ തന്നെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ്. അത് ഈ ഒരേ ദിശയിൽ വന്ന വാഹനങ്ങളല്ല, ഇരു ദിശയിൽ വന്ന വാഹനങ്ങളാണ്. KSRTC ബസ് അവിടെ നിർത്തിയിട്ടിരുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പ്രദേശവാസികൾ നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. ഈ ജീപ്പ് താർ വാഹനമാണ്. ആ വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. ഈ വാഹനത്തിലെ ഡ്രൈവറെ അടക്കം പുറത്തെത്തിക്കാൻ പിന്നെയും ഏറെ സമയം എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും മരണം 3 പേരുടെയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതൽ പേർ ആശുപത്രിയിൽ ചികിത്സയിലിട്ടുണ്ട്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം സ്ഥലത്തെത്തിയപ്പോൾ സ്ഥിതിഗതികൾ പരിശോധിച്ച ശേഷം ആശുപത്രിയിൽ ഈ പരിക്കേറ്റവരെ സന്ദർശിക്കുകയാണ്. എസ്കെൻ. ഓക്കെ, ഓച്ചിറയിൽ വാഹനാപകടത്തിൽ 3 പേർ മരിച്ചു എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് ഈ പ്രഭാതത്തിൽ വന്നത്.